إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم بآية تقوى الله. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പുണ്യങ്ങളേറെയുമായിട്ട് വന്ന റമളാൻ നമ്മളിൽ നിന്ന് വിട പറയുകയായി. യഥാർത്ഥത്തിൽ റമളാനല്ല വിട പറയുന്നത്. റമളാനിനോട് നമ്മളാണ് വിട പറയുന്നത്. റമളാൻ എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കും. അടുത്ത റമളാനിൽ ഈ കൂടിയിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഉണ്ടാകുമോ ഇല്ലേ എന്ന കാര്യം ആർക്കും തീർച്ചപ്പെടുത്തുവാൻ സാധിക്കില്ല. ഒരുപാട് റമളാനുകൾ പൂവണിയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ റമളാൻ കൊണ്ട് നേടിയെടുക്കേണ്ട എല്ലാ നേട്ടങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന ആത്മവിചാരയുടെ ഒരു സമയത്തു കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. റമദാൻ കൊണ്ട്
നേടിയെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയപ്പെട്ടൊരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കും സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നൽകിയതുപോലെ. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ആവശ്യപ്പെട്ട കാര്യം. നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. ആ തഖ്വ നേടിയെടുക്കുവാനാണ് വിശുദ്ധ റമളാനിനെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആ തഖ്വ നേടിയെടുക്കുക എന്നുള്ളത്? ആ തഖ്വയുള്ള ആളുകളിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക. അപ്പോൾ നമ്മൾ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നാം തഖ്വയുള്ളവരായിരിക്കണം. അതിനെല്ലാ വർഷവും അല്ലാഹു സുബ്ഹാനഹു തആല റമളാനിനെ നമുക്ക് നൽകി. അല്ലാഹു സുബ്ഹാനഹു തആല എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുക. അപ്പം അല്ലാഹു ഈ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ തഖ്വ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ്. ഇതേ ലക്ഷ്യവുമായി മറ്റൊരു റമളാൻ കൂടി നമ്മളിൽ നിന്നും കടന്നു പോകുമ്പോൾ നമ്മൾ അത് നേടിയെടുത്തിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ആ തഖ്വ നേടിയെടുക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും അവരവരുടെ കാര്യത്തിൽ ചിന്തിച്ചാൽ മതി. സാധ്യമായിട്ടില്ല എന്ന തോന്നലുണ്ടെങ്കിൽ ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടി നമ്മുടെ കൈകളിൽ ബാക്കിയുണ്ട്. ഇന്ന് 23-ാമത്തെ നോമ്പിലേക്കാണ് നമ്മളിന്ന് കടന്നത്. അപ്പം ഇനിയുമുണ്ട് 6-7 നോമ്പുകൾ ബാക്കി. അതിൽ പ്രധാനമായിക്കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമായിരുന്നു വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഇറക്കിയ മാസമായതിനാലാണ് നോമ്പ് നിർബന്ധമാക്കാൻ അല്ലാഹു റമളാനിനെ തന്നെ തിരഞ്ഞെടുത്തതെന്ന്. എങ്കിൽ നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഈ റമളാനിൽ കഴിഞ്ഞു പോയത്? ഈ 23 നാളുകളിൽ എത്ര തവണ ഖുർആൻ നമുക്ക് ഊതി തീർക്കാൻ സാധിച്ചിട്ടുണ്ട്? ഒരു തവണയെങ്കിലും പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എത്ര സൂറത്തുകളുടെ അർത്ഥവും വിശദീകരണവും നമ്മൾ വായിച്ചു പഠിച്ചിട്ടുണ്ട്? എത്ര ആയത്തുകൾ നമുക്ക് ബൈഹാർട്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? പിന്നിലാണ് എന്ന തോന്നലുണ്ടെങ്കിൽ ഇനിയുള്ള ഏതാനും ദിവസങ്ങളിലും നിങ്ങൾക്കതിനെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ വിശുദ്ധ ഖുർആനിനെ ഒന്നുകൂടി ഖതം തീർത്ത് കളയുവാൻ നമുക്ക് സാധിക്കും. ഒരു 5 ജുസ്അകൾ വെച്ച് പാരായണം ചെയ്യുമെന്നുള്ള 100 പേജുകൾ വെച്ച് ഓതുമെന്ന് തീരുമാനമെടുത്താൽ ഒരു തവണ കൂടി ഖുർആൻ മുഴുവൻ ഓതി തീർക്കാൻ എന്ത് ചെയ്യും? നമുക്ക് സാധിക്കും. ഖുർആനുമായിട്ട് ഹൃദയമടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ ആൾക്കാരാകുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനുമായിട്ട് നമ്മുടെ ഹൃദയത്തിന് എന്തുണ്ടായിരിക്കണം? ഒരു ബന്ധമുണ്ടായിരിക്കണം എല്ലാ സമയത്തും. അത് റമളാനിൽ മാത്രമുള്ള കാര്യമല്ല. അങ്ങനെ ഖുർആനിൻ്റെ ആളുകളാവുന്നത് എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക്. പരലോകത്ത് ഖുർആൻ നിനക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ തെളിവാകുന്നു. അപ്പം ആ വിശുദ്ധ ഖുർആനുമായി കൊണ്ടെന്ത് വേണം? നമ്മുടെ ഹൃദയത്തിനൊരു ബന്ധമുണ്ടായിരിക്കണം. അത് അനുകൂലാണോ പ്രതികൂലാണോ എന്നുള്ള തെളിവ് നിശ്ചയിക്കപ്പെടുന്ന ഒന്നാണ്
നാളെ പരലോകത്ത് വെച്ച് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമുക്കനുകൂലമായി ഖുർആൻ നിലകൊള്ളണമെങ്കിൽ അതിനെ വേണ്ട രൂപത്തിൽ സമീപിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ കാര്യം നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ അവസാന വേളകളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ റമദാൻ കൊണ്ട് നാം ഏറ്റവും പ്രധാനമായി നേടിയെടുക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പാപമോചനമാണ്. റമദാൻ കടന്നു വന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവർ നഷ്ടക്കാരാണെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് ഇങ്ങോട്ട് കയറുന്ന സമയമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂല് ഒരിക്കലും മിമ്പറിലേക്ക് ഇങ്ങോട്ട് കയറുകയാണ്. 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്നൊരു സന്ദർഭമുണ്ട്. 3 പ്രാവശ്യം. അതിലൊരു പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ കാര്യം എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൻ അദ്റക ശഹ്റ റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫദഖലൻ നാർ. ഒരാൾക്ക് റമളാൻ ലഭിക്കുകയും എന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്താൽ അല്ലാഹു അവനെ വിദൂരത്താക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിദൂരത്താക്കട്ടെ എന്നുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്നത്. ആരാ പറഞ്ഞത്? മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം. ആരാണ് ആമീൻ പറഞ്ഞത്? ഉമ്മത്തിൻ്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയപ്പെട്ടവനും പദവിയുള്ളവനാണ്, ആമീൻ പറഞ്ഞവനും അള്ളാഹുവിൻ്റെ അടുക്കൽ പദവിയുള്ളവനാണ്. അള്ളാഹു സ്വീകരിക്കാതിരിക്കോ? തീർച്ചയായും റബ്ബ് സ്വീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല, നമുക്കുണ്ടാവാൻ പാടില്ല. അപ്പം അത് കിട്ടിയിട്ട് പൊറുക്കലിനെ തേടാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസഇമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ. ഒരുവനിലേക്ക് റമളാൻ പ്രവേശിക്കുകയും എന്നിട്ട് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും മുമ്പ് സുമ്മൻ സലഖ ഖബല അൻ യഗ്ഫിറ ലഹു, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും മുമ്പ് അത് ഊരിയെടുക്കപ്പെട്ടാൽ അവൻ നശിക്കട്ടെ. അഥവാ പാപമോചനം നേടാൻ അവനക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അവൻ നശിച്ചു പോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പം റമളാനിലെ നോമ്പ്, തറാവീഹ്, ലൈലത്തുൽ ഖദറിലെ നിസ്കാരം എന്നിവയെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയും ഇത് ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അവൻ്റെ മുൻകഴിഞ്ഞ പാപക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ്. 3 കാര്യങ്ങൾ പറഞ്ഞു. മൻ ഖാമ റമളാൻ, ആരെങ്കിലും റമളാനിൽ നമസ്കരിച്ചാൽ ഈമാനം വഹ്തിസാബ, എങ്ങനെയാണ്? വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടുകൂടിയും ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റസൂലുള്ളാഹി മറ്റൊരു വചനത്തിൽ പറഞ്ഞു, മൻ സ്വാമ റമളാൻ, റമളാനിൽ നോമ്പ് നിർവഹിക്കപ്പെട്ടാൽ, നോമ്പെടുത്താൽ ഈമാനം വഹ്തിസാബ, വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയും അവനത് ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ മറ്റൊന്നുകൂടി റസൂലുള്ളാഹി കൂട്ടി പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബ, വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടുകൂടിയും ലൈലത്തുൽ ഖദറിൽ നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നമസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന. അപ്പോൾ റമളാനിലെ നോമ്പ്, നിസ്കാരം, ലൈലത്തുൽ ഖദർ എന്നിവ യഥാർത്ഥ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
പുറത്തു കൊടുക്കുമെന്നുള്ളത് ഒരിക്കലും ജീവിതത്തിൽ കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ സമയത്ത് നമ്മളൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ പ്രതിഫലേച്ഛയോടുകൂടിയാണോ നമ്മളത് നിർവഹിക്കപ്പെട്ടത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇല്ല എങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുകയും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് ഖേദിച്ചു മടങ്ങുകയും ചെയ്യേണ്ട സമയമായി നടത്തും. പാപം ചെയ്യൽ മനുഷ്യ സഹജമാണ്. പാപം ചെയ്യാന്നുള്ളത് മനുഷ്യന്റെ സഹജമാണ്. അവന് തെറ്റുകൾ പറ്റും. മഅ്സൂമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ പാപങ്ങളൊന്നും സംഭവിക്കാത്ത വ്യക്തി, അല്ലേ? ആദമിന്റെ മകൻ എന്ത് ചെയ്യും? തീർച്ചയായും തെറ്റുപറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? കുല്ലു ഇബ്നു ആദമ ഖത്താഉൻ, ആദം സന്തതികൾ മുഴുവൻ തെറ്റു ചെയ്യുന്നവരാണ്. തെറ്റുകൾ പറ്റും, അതാണല്ലോ ആദം സന്തതിക്ക് പറ്റിയത്. അപ്പോ വഖൈറുൽ ഖത്വാഇ തവ്വാബീൻ, ഞാൻ തെറ്റൊക്കെ പറ്റിയിട്ട് അതേറ്റും ഇങ്ങനെ നടക്കലല്ല എന്നാ. പറ്റിയ തെറ്റുകളൊക്കെ ബോധ്യല്ലേ? എല്ലാവരും ചെയ്ത തെറ്റുകളുടെ ബോധ്യമുണ്ട്, പൂർണ്ണമായ ബോധ്യമുണ്ട്. ഞാൻ എന്താണ് ചെയ്തത് എന്ന് അവനവന് തന്നെ നന്നായിട്ടറിയാം. ആ തെറ്റിങ്ങനെ പേറി നടക്കല്ല വേണ്ടത്. അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, തെറ്റു ചെയ്യുന്ന ആളുകളിൽ ഉത്തമരായിട്ടുള്ള ആളുകൾ ആരാണെന്നറിയോ? ഖേദിച്ചു മടങ്ങുന്നവരാണ്. അള്ളാഹുലേക്ക് പാപമോചനം തേടുന്ന ആളുകളാണ്. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാ, അള്ളാഹുവേ എനിക്കിത് പുറത്തു തരണേ നാഥ എന്ന് പറയുന്ന ആളുകളാണ്. അവരാണ് ഖൈറായിട്ടുള്ള ആളുകൾ, ഉത്തമരായിട്ടുള്ള ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതിന് ഏറ്റവും മാതൃകയാരാ? ഏറ്റവും മാതൃകയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. തെറ്റൊന്നും ജീവിതത്തിൽ പറ്റിയിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാലിച്ച ചില കാര്യങ്ങളുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ പാപമോചനം തേടുവീൻ, തൗബ ചെയ്ത് മടങ്ങുവീൻ. ഫഇന്നീ അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ, ജീവിതത്തിൽ ഒരിക്കലും തെറ്റുപറ്റാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ഞാൻ തൗബ ചെയ്യാറുണ്ട്, ഫിൽ യൗമി, ഒരു ദിവസത്തിൽ തന്നെ, ഇലൈഹി, അവനിലേക്ക്, മിഅത മറ, 100 പ്രാവശ്യത്തോളം ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ഇസ്തിഗ്ഫാറിനെ തേടാറുണ്ട് എന്ന്. ആരാണ് പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കാണ്. ജീവിതത്തിൽ ഒരു തെറ്റ് പോലും സംഭവിക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ പോലും അള്ളാഹുവിലേക്ക് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാറിനെ തേടാറുണ്ട് എന്നാ. അപ്പൊ നമ്മുടെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാണ്. ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത്. ആ തെറ്റുകൾക്ക് ഇപ്പോഴും പാപമോചനം നേടുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ എന്താണ് നമ്മുടെ ജീവിതം കൊണ്ടുള്ള കാര്യം? അതിൽ തന്നെ ഇങ്ങനെ ഉറച്ചിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? നിസ്കാരശേഷം അശ്രദ്ധമായിട്ട് ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാ എന്ന 3 വാക്കുകൾക്കപ്പുറം ചെയ്ത തിന്മകൾ അള്ളാഹുവിനെ ഏറ്റ് പറയുവാൻ ഈ റമദാനിലെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോയിക്കണ റബ്ബേ, ഒറ്റക്കിരുന്നിട്ട് റബ്ബിനോട് പറയാം, ആളുകളുടെ കൂട്ടത്തിൽ പോയി പറയണമെന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി അവന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇസ്തിഗ്ഫാർ നേടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രാവുകളിൽ അല്ലെങ്കിൽ പകലുകളിലായിക്കൊണ്ട് അള്ളാഹിനോട് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നിട്ട് പറയാം, നാഥാ, എൻ്റെ ജീവിതത്തിൽ എനിക്കെന്തെല്ലാം കാര്യങ്ങളാണ് വന്നു പോയത് എന്ന് റബ്ബേ നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല നാഥാ. എനിക്കും നിനക്കും അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ എനിക്ക് തന്നെ ഓർമ്മയില്ലാത്ത പല പാപങ്ങളുമുണ്ട്. ചെയ്തു കൂട്ടിയ ഒരുപാട് തെറ്റുകളുണ്ട് നാഥാ, അതെന്നിൽ നിന്ന് നീ മായ്ച്ചു കളയണേ റബ്ബേ. ഈ റമദാനിന്റെ പരിശുദ്ധിയിൽ നീ ഏറെ പൊറുക്കൽ നൽകുന്ന സമയമാണല്ലോ ഇത് നാഥാ. എൻ്റെ പാപങ്ങൾ നീ മായ്ച്ചു കളഞ്ഞ് എനിക്ക് ശുദ്ധമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടില്ലേ? നഷ്ടക്കാരാ,
നഷ്ടക്കാരാണെന്ന്. അങ്ങനെ പറയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ്. തൗബ ചെയ്താൽ മായ്ക്കപ്പെടാത്ത തിന്മകളില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത്തായിബു മിനദ്ദംബ് കമല്ലാ ദംബുൽ ലഹു, തിന്മകളിൽ നിന്ന് തൗബ ചെയ്തവൻ തിന്മയില്ലാത്തവനെ പോലെയാണ്. ചെയ്തു വെച്ച തിന്മകളുണ്ടല്ലോ, ആ തിന്മകളൊക്കെ അള്ളാഹിനോട് ഏറ്റാണ്ട് പറഞ്ഞിട്ട് അതൊക്കെ ആണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തിന്മ ചെയ്യാത്ത വ്യക്തിയെ പോലെ ആക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്ന. എന്തിൻ്റെ ആവശ്യമുള്ളൂ? അത് അവനോട് ഏറ്റു പറയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കേണ്ടതുണ്ടാ? എന്ത് ചെലവാണ് അതിന് നമുക്ക് വരുന്നത്? നമ്മുടെ മനസ്സൊന്ന് ശരിയാക്കിയാൽ പോരെ? ആ അഹങ്കാരമൊക്കെ ഒന്നുണ്ട് കുറച്ച് മാറ്റി വെച്ചാൽ പോരെ? ഞാൻ ചെയ്തത് തന്നെ ശരിയാണ് എന്നുള്ള ആ കടുംപിടുത്തം കണ്ടോ ഒഴിവാക്കിയാൽ പോരെ? അതൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്ത് മടങ്ങിയാൽ എന്തൊരു മനസ്സിനുള്ള ആശ്വാസമാണ് ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി നോക്കൂ സഹോദരങ്ങളെ. അതിനാൽ അള്ളാഹുവിലേക്ക് എല്ലാ തിന്മകളും ഏറ്റുപറഞ്ഞ് മടങ്ങുവാൻ നമ്മൾ തയ്യാറാവണം. തിന്മകളുടെ ആധിക്യം തൗബ ചെയ്യുന്നതിൽ നിന്നും നമ്മളെ പിന്തിപ്പിക്കുന്ന ആളുകളാവരുതെന്ന. കുറേ പാപം ചെയ്തിക്കണോ, അതിൻ്റെ പേരിലാണോ നിങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പറ്റിക്കുന്നു, ഇതൊക്കെ കൂടിഞ്ഞപ്പോൾ പറഞ്ഞാൽ എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമോ എന്നുള്ള ഭയപ്പാടോടുകൂടിയാണോ നിങ്ങൾ അതിൽ നിന്ന് പിന്തി നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്ക് നല്ല വ്യക്തമായ രൂപത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, എത്ര തിന്മ ചെയ്താലും അള്ളാഹു എല്ലാം പുറത്തു തരാൻ ഒരുക്കമാണെന്ന്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, ഖുൽ നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, അവരുടെ നഫ്സിനോട് തന്നെ തിന്മകൾ ചെയ്ത ആളുകളുണ്ടല്ലോ അവരോട്, ആ അടിമകളായ ആളുകളോട് നീ പറയാ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. പടച്ച തമ്പുരാൻ കാരുണ്യവാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെല്ലാം തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾക്കൊക്കെ സമയത്തിനനുസരിച്ച് പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താവുമായിരുന്നു നമ്മുടേതൊക്കെ? ഓരോ തെറ്റുകൾ നമ്മുടെ കാണുമ്പോഴും ആ സമയത്ത് തന്നെ ശിക്ഷ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ. റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര നല്ല കാരുണ്യവാനായതുകൊണ്ടാണ് അതെല്ലാം മറച്ചു പിടിച്ച് നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം അവനറിയാം. എങ്കിലും അവൻ എൻ്റെ അടിമ എന്നിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളെ കാത്തിരിക്കുകയാണ്. അവരോടാണ് പറയുന്നത്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിരാശപ്പെടരുത് എന്ന് നബിയെ അവരോട്, ആ അടിയാറുകളോട് നീ പറഞ്ഞേക്ക് റസൂലേ എന്ന് പറയുക. അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്ന. എന്തൊന്ന് ജീവിതത്തിൽ നിങ്ങളുടെ ഉണ്ടായിട്ടുണ്ടോ ഒന്നും ഞാൻ പുറത്തു തരൂലാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഏതെല്ലാം പാപം നിങ്ങൾ എത്ര തന്നെ ഒരു മലയോളം നിങ്ങൾ ചെയ്താലും, ഒരു ഭൂമി നിറയെ നിങ്ങൾ പാപങ്ങളുമായി കൊണ്ടുവന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ്. തൗബ ചെയ്യുന്ന ആളുകൾക്ക് നഷ്ടം സംഭവിക്കാനില്ല, ലഭിക്കുന്നത് നേട്ടങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ പറയണം. പക്ഷേ ആ തൗബക്കൊരു പ്രത്യേകതയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, നസൂഹായിട്ടുള്ള തൗബയായിരിക്കണം, യഥാർത്ഥത്തിലുള്ള ശരിക്കുള്ള നസൂഹായ തൗബ അതായിരിക്കണം. അല്ലാതെ ഇങ്ങനെ ഇനിയും ചെയ്യുക, പിന്നെയും തൗബ ചെയ്യുക, പിന്നെയും ചെയ്യുക, തന്ത്രശാലിയായിക്കൊണ്ടുള്ള തൗബയാവരുത്. മടങ്ങണം.
മടങ്ങാൻ സാധിക്കണം. അള്ളാഹുവിനോട് അത് പറഞ്ഞ് മടങ്ങിയാൽ പിന്നെ അതിലേക്ക് പ്രവേശിക്കാത്ത രൂപത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. റമളാനിലെ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ പാപങ്ങൾ ഏറ്റുപറയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ നാം ഒരുങ്ങിയിറങ്ങണമെന്നുള്ളതാണ് എനിക്കെൻ്റെ കേൾവിക്കാരായ ആളുകളോട് പറയുവാനുള്ളത്. പ്രത്യേകിച്ച് അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന രാത്രിയുടെ അന്ത്യയാമങ്ങളെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പള്ളികളിൽ ഇഅ്തികാഫ് ഇരുന്നു കൊണ്ടും അതിന് സാഹചര്യവും സൗകര്യവും ഇല്ല എങ്കിൽ വീടുകളിൽ നിന്നും അള്ളാഹുവിലേക്ക് കരഞ്ഞു ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുവാൻ നമ്മൾ ഒരുങ്ങണമെന്നർത്ഥം. പിന്നീടാകാമെന്ന് പറഞ്ഞ് വൈകിപ്പിക്കാൻ നമുക്ക് സമയമില്ല. ഏത് നിമിഷവും മലക്കുൽ മൗത്ത് നമ്മളെ തേടിയെത്തും. കൂട്ടുകാരെ, എൻ്റെ സഹോദരങ്ങളെ, അത് നമ്മളെ തേടി വരും. ഒരാളെയും കാത്തുക്കൂല. അത് സമയമാകുമ്പോ അതങ്ങ് വന്ന് പിടിക്കും. ഒരാളും വിടൂല. സമയം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സമയം തന്നെ. പിന്നെ അതിൽ നിന്ന് ഒരു പോംവഴി പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുവാൻ ഒരാൾക്കും സാധിക്കൂല എന്നാണ്. ഏത് നിമിഷവും നമ്മളെ മരണം അടുത്തുണ്ട് എന്നുള്ള ഓർമ്മയുണ്ടാവണം. അതിനു മുമ്പ് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കറകളഞ്ഞ മനസ്സിൻ്റെ ഉടമകളാകുവാൻ നമുക്ക് സാധിക്കണം. റമളാൻ കൊണ്ട് നേടണമെന്ന് അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള എണ്ണപ്പെട്ട ദിനങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് എൻ്റെ കേൾവിക്കാരായ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. അതിനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇവിടെ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റമളാനിൽ നമ്മളെല്ലാവരും ഒരുപാട് അമലുകളൊക്കെ ചെയ്ത ആളുകളാണ്. അപ്പം അത് സ്വീകരിക്കപ്പെടാൻ പ്രാർത്ഥന അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കഅബ പണിയുമ്പോൾ പോലും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പ്രാർത്ഥിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വ ഇസ്മായിൽ. അവർ രണ്ടാളും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹിൻ്റെ കൽപ്പന. ആരുടെ കൽപ്പനയാണ്? അള്ളാഹിൻ്റെ കൽപ്പന. അതവരനുസരിച്ചോ? അതവരനുസരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ മിണ്ടായിരുന്നൂടെ? ഇല്ല. അവിടെ അവർ മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്. അവരെന്താ ചെയ്തത്? റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ നാഥ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. അപ്പം നമ്മൾ റമളാനിൽ ചെയ്ത ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കപ്പെടാൻ കൂടി നമ്മൾ എന്ത് ചെയ്യണം? പറയണം അള്ളാഹിനോട്. നിസ്കരിച്ചോ? അത് സ്വീകരിക്കപ്പെടാൻ പറയണം. നോമ്പ് നോറ്റോ? അത് നമ്മൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് പറയണം. സദഖകൾ നിർവഹിച്ചോ? അത് സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണം. ഏതൊരു കാര്യങ്ങൾ നമ്മൾ റമളാനിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ അതൊക്കെ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ആവശ്യപ്പെടണമെന്നുള്ളതാണ് നബിമാരുടെ ചര്യ. അപ്പം ആ ചര്യ പിൻപറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. അവസാനത്തെ പത്തിൽ അധികരിപ്പിക്കേണ്ട പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവിൽ അധികരിപ്പിക്കാനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനും വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനുമാണല്ലോ, അതിനാൽ എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്യണേ നാഥാ. ആ പ്രാർത്ഥന നമ്മൾ ചെല്ലണം. അവസാനത്തെ പത്താവുമ്പോൾ ആരൊക്കെ ചെല്ലാറുണ്ട്? നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. അതിനൊരു ഏറ്റവും എണ്ണമൊന്നുമില്ല. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. ലൈലത്തുൽ ഖദർ ആകാൻ കൂടുതൽ സാധ്യതയുള്ള ദിനങ്ങളാണ് ഇനി വരാനുള്ള ദിവസങ്ങളും ഒക്കെ. അതിനാൽ ഈ പ്രാർത്ഥന അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നമ്മൾ ചെയ്തു കൂട്ടിയ റമളാനിൽ നോമ്പുകൾ ഇതുവരെ ഒന്നും മുടക്കിയിട്ടില്ല. ഒക്കെ നോറ്റ ആളുകളുണ്ട്. എന്നാലും ചിലതൊക്കെ കാര്യങ്ങൾ കൊണ്ട്
ചിലപ്പോൾ എന്ത് ചെയ്യും, ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ടാവും ആ നോമ്പുമേൽ അല്ലേ. എത്ര തന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് വർത്താനം പറയാതിരുന്ന് നോക്കിയാലും പിന്നെ എന്ത് ചെയ്യും, ആരെങ്കിലൊക്കെ കുത്തി നോവിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ അതിനപ്പം തന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഫിത്ർ സക്കാത്ത്. നോമ്പുകാരൻ്റെ വീഴ്ചക്കുള്ള പരിഹാരമാണ് ഫിത്ർ സക്കാത്ത് എന്നാണ്. നോമ്പുകാരൻ്റെ വീഴ്ചക്കുള്ള പരിഹാരമാണ് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി തുഹ്റതൻ ലിസ്സായിമി മിനൽ ലഗ്വി വർറഫസി വതുഅമതൻ ലിൽ മസാകീൻ. നോമ്പുകാരൻ്റെ ചെറുദോഷങ്ങൾക്കുള്ള ശുദ്ധീകരണമായും സാധുക്കൾക്കുള്ള ഭക്ഷണമായും സക്കാത്തുൽ ഫിത്റിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിരിക്കുന്നു. സാധുക്കളുടെ ഭക്ഷണമാണ്. മാത്രമല്ല നമ്മുടെ ചെറിയ ചെറിയ അറ്റകുറ്റ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, പാപങ്ങളൊക്കെ വന്നു പോയതുണ്ടാവുമല്ലോ നോമ്പിൻ്റെ സമയത്ത്, അതൊക്കെ അള്ളാഹു പൊറുത്തിട്ട് എന്ത് ചെയ്യുക, അതിനങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുക. ഫിത്ർ സക്കാത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, അത് കൊടുക്കണം. അതാണ് അഫ്ദൽ. രണ്ടാമത്തത്, അന്നത്തെ ദിവസം സൂര്യൻ അസ്തമിച്ച സമയത്തെക്കുറിച്ച് പറയുന്നത് കാണാം. മൂന്നാമത്തത്, 2 ദിവസം മുമ്പ് തന്നെ അത് വിതരണം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മൻ അദ്ദാഹ ഖബല സ്വലാത്തി ഫഹിയ സകാത്തും മഖ്ബൂല. ആരെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് അത് കൊടുത്തു വീട്ടിയാൽ അത് സ്വീകരിക്കപ്പെടുന്ന സകാത്തുൽ ഫിത്റാണ്. അതേ സ്വീകരിക്കപ്പെടുള്ളൂ. അപ്പോൾ പെരുന്നാളിൻ്റെ ശേഷമുള്ളതോ, നിസ്കാരത്തിന് ശേഷമായാലോ അള്ളാഹു സ്വീകരിക്കില്ല. എങ്ങനെ സ്വീകരിക്കില്ല? ഫിത്ർ സക്കാത്തായിട്ട് സ്വീകരിക്കില്ല, സ്വതക്കയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ 1-2 ദിവസം മുമ്പ് അത് നൽകൽ അനുവദനീയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. റമളാനിലെ അവസാന ദിവസത്തെ മഗ്‌രിബ് മുമ്പ് ജനിച്ച കുട്ടിയടക്കം വീട്ടിലെ ഓരോ അംഗത്തിനും വേണ്ടിയും ഫിത്ർ സക്കാത്ത് നൽകണമെന്നാണ്. ഇപ്പോൾ നിസ്കരിക്കാൻ പോണ മുമ്പിട്ട് പള്ളിയിൽ കണ്ടെത്തണ മുമ്പിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് വിളി വന്ന്, അതേ വൈഫ് പ്രസവിച്ചിക്കണ്, ആ കുട്ടീനും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അപ്പക്കപ്പം അത് എന്ത് ചെയ്യണം, നിർവഹിക്കപ്പെടണമെന്ന്. അപ്പം എത്രത്തോളം അതിന് കണിശതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ പാപങ്ങൾ പുറത്തു പോവുക എന്നുള്ളതല്ല, അതിലൊരു നിബന്ധനയുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അത് നിർബന്ധമായ രൂപത്തിൽ തന്നെയാണ് അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വ്യക്തികൾക്ക് സ്വന്തമായോ കുടുംബത്തിൽ മൊത്തമായിട്ടോ കുടുംബനാഥനോ ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട്ടാൻ സാധിക്കുന്നതാണ്. ഇവിടെ പള്ളിയുടെ കേന്ദ്രത്തിലും എന്തിൻ്റെയായിരുന്നു ഓരോ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ പള്ളിയുടെ ഇതിൽ 110 രൂപയാണ് ഒരാളുടെ വിഹിതമായി ഫിത്ർ സക്കാത്തിൻ്റെ വിഹിതമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അഥവാ അതാത് നാട്ടിൽ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതിൻ്റെ ഒരു വിതരണം ചെയ്യുക, ആ ഭക്ഷണധാന്യം വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ വിതരണം ചെയ്യുന്നത് ആർക്കാണ് കൊടുക്കേണ്ടത്? സക്കാത്തിൻ്റെ 8 അവകാശികൾക്ക് തന്നെയാണ് അതും കൊടുക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം നാട്ടിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തു അത് വാങ്ങാനുള്ള ഒരു തുകയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടുത്തെ കമ്മിറ്റി നിശ്ചയിച്ചത് 110. അപ്പോൾ അത് ഇൻഷാ അല്ലാ അവിടെ കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടറിൽ എന്ത് ചെയ്യണം, നിങ്ങളത് ഏൽപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമാണ് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണ്? നമ്മുടെ പെരുന്നാൾ നിസ്കാരം ഒരു വേള വെള്ളിയാഴ്ച ദിവസം പെരുന്നാളാവാൻ സാധ്യതയുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെയധികം വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അതിലൊന്നും പോയി ചാടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതചര്യകൾ ഉള്ളത്, അത് പഠിപ്പിക്കൽ നിർബന്ധമാണ്. അത് പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് പെരുന്നാൾ ദിവസത്തിൽ ജുമുഅക്ക് പങ്കെടുത്ത വ്യക്തി പിന്നീട് ആ പെരുന്നാളിൻ്റെ ജുമുഅക്ക് പങ്കെടുത്ത വ്യക്തിക്ക് ജുമുഅ നമസ്കാരം നിർബന്ധമില്ലാതെ ഈ ജുമുഅ നിസ്കാരം നിർബന്ധമില്ല പറഞ്ഞാൽ അപ്പത്തെ ലൊഹറും നിർബന്ധമില്ല എന്നല്ല, അവിടെ ആലോചിക്കുന്നിടത്തല്ല. അന്ന് ലൊഹർ അദ്ദേഹത്തിന് നിസ്കരിക്കുക, ജുമുഅക്ക് വരണമെന്നുള്ളത് നിർബന്ധമില്ല. എന്നാൽ ആ ജുമുഅ നിർവഹിക്കാൻ വേണ്ടി അവൻ വന്നാൽ അതാണ് അവനക്ക് ഉത്തമമായിട്ടുള്ളത്. ഒരാളെ നിർബന്ധം ചെലുത്താൻ നമുക്ക് അധികാരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെള്ളിയാഴ്ച ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യും, പെരുന്നാളാവുന്ന ദിവസം കയറി നിന്നിട്ട് പറയും,
എന്ത് നിങ്ങൾക്ക് ജുമ വെള്ളിയാഴ്ചത്തെ ജുമ എന്ന് നിർബന്ധമില്ല. പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്ത പെരുന്നാളിൻ്റെ ജുമയിൽ പങ്കെടുത്ത ആളുകൾക്ക്. എന്നാൽ ഇവിടെ എന്ത് ചെയ്യും? ജുമ നടക്കുകയും ചെയ്യുമെന്നുള്ളത് പറയും. അതിനർത്ഥം ആ പള്ളിയിൽ പിന്നെ ജുമ നടത്തേണ്ടതല്ല. ആ പള്ളിയിൽ അവിടുത്തെ ഇമാമിന് ജുമ നടത്തൽ നിർബന്ധമാണ്. അപ്പം അന്ന് മറ്റുള്ള ആളുകൾക്ക് ഇളവുകൾ കൊടുത്തത്, ആ ഇളവുകൾ സ്വീകരിക്കുന്നവരെ പരിഹസിച്ചിട്ട് കാര്യമില്ല. അള്ളാഹിൻ്റെ റസൂലിനാണ് എന്ത് ചെയ്യുന്നത്? ആ പരിഹസിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അന്നത്തെ ദിവസത്തെ ലുഹർ നമസ്കാരം ഇല്ലയെന്നല്ല. ചില ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കി ലുഹർ നമസ്കാരവും ഇല്ലയെന്ന്. ആ കേട്ടോര് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ലുഹർ നിസ്കാരം ഉണ്ട്, ലുഹർ പെരിയുന്നോ ഒക്കെ നിസ്കരിക്കുവാൻ എന്ത് ചെയ്യും? അവർക്ക് സാധിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇത് പെരുന്നാൾ ജുമയിൽ പങ്കെടുത്തവനക്കേ ഉള്ളൂ. ആ പങ്കെടുക്കാത്ത വ്യക്തിക്ക് എന്തില്ല? അവനിക്ക് ജുമ നിർബന്ധമാണ്. അവൻ എന്തായാലും ജുമാക്ക് വരികയും ആ ജുമയിൽ അവൻ എന്ത് ചെയ്യണം? പങ്കെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇളവിനെ കൂട്ടിമാട്ടിക്കൊണ്ട് ആളുകൾക്കിടയിൽ ഇങ്ങനെ ഫിത്തന ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വാട്സപ്പ് കൂടി ഇങ്ങനെ ചലിപ്പിക്കുക. എന്ത് ആരെയാണ് ഇപ്പോൾ അത്? റസൂലുള്ളാഹിനെ എങ്ങനെ പറഞ്ഞിട്ടങ്ങനെ നടക്കുക നടത്തുക. അത് ഈ പറഞ്ഞ കാര്യം ഈ ഹദീസൊന്നും എന്ത് ചെയ്യില്ല, മുണ്ടൂല. റസൂലുള്ളാഹിൻ്റെ മാതൃകയുണ്ട്, അതേപോലെ സഹാബാക്കളുടെ മാതൃകയുണ്ട്. അങ്ങനെ ചെയ്തതിൽ ആ മാതൃക ഒന്നും എന്ത് ചെയ്യില്ല, ഒന്നും മുണ്ടൂല. എൻ്റെ ഇമാം എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ഷാഫി ഇമാം ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ ഷാഫി ഇമാമിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നതിലോ അതിലൊക്കെ വീഴ്ച ഉണ്ടായിരുന്നു. അതിലൊക്കെ വീഴ്ച ഉണ്ട്. അപ്പോൾ അതിലൊന്നും സ്വീകരിക്കണമല്ല. ഇവിടെ എന്താണോ സലഫികൾ ചെയ്യുന്നത് അങ്ങനെ നോക്കിയെടുക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ തിരിച്ചര്യകൾ ചെയ്യുമ്പോൾ അതിനെ കൊഞ്ഞനം കുത്തുന്നുണ്ട്, അപ്പുറം നിന്നിട്ട് കൊഞ്ഞനം കുത്തിയിട്ട് ഒക്കെ ഒഴിവാക്കുന്ന ആൾക്കാരാണെന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഫിത്നകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മൾ പെരുന്നാൾ കേവലം ഒരു സന്തോഷത്തിൻ്റെ ദിനം മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പ്രവർത്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ധാരാളം സുന്നത്തുകൾ കൂടി ആ ഒരു ദിവസത്തിലുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച പെരുന്നാൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനി പറയാനൊരു സമയം കിട്ടില്ല. ആദ്യം വെള്ളിയാഴ്ച ജുമയുടെക്കാളും മുന്നേ എന്താ വരിക? പെരുന്നാൾ നിസ്കാരം വരിക. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് ജനാപത്തുകാരന് കുളിക്കും പോലെ കുളിച്ചിട്ട് എന്ത് ചെയ്യണം? വരണം. ഒളുവൊക്കെ എടുത്തിട്ട് കുളിക്കണം എന്ന്. അതിനാണ് ജനാപത്തുകാരൻ കുളിക്കുന്ന പോലെ കുളിക്കാറിന്. ഒളുവൊക്കെ എടുത്തിട്ട് കുളിച്ചിട്ട് എന്ത് ചെയ്യണം? വരണം. പുതിയതോ ഉള്ളതിൽ ഏറ്റവും നല്ലതോ ആയ വസ്ത്രങ്ങൾ ധരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പുതുവസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അതിൻ്റെ പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കണം. പുരുഷന്മാർ സുഗന്ധം പൂശിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഈദുൽ ഫിത്തറിൽ ഭക്ഷണം കഴിച്ചും ഈദുൽ അദ്ഹയിൽ ഭക്ഷണം കഴിക്കാതെയും മുസല്ലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് റസൂലുള്ളാഹിൻ്റെ ഒരു ഹദീസാണ്. ഈദുൽ ഫിത്തറാണെങ്കിൽ നമ്മൾ നോമ്പുകാരല്ലായിരുന്നോ? ഇന്നത്തെ ദിവസം പെരുന്നാളാണ്, ഇന്ന് എനിക്ക് നോമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ടതാണ് നടത്തുക. മനസ്സിലായില്ലേ? അഥവാ എന്തെങ്കിലും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ലഡുവും ഈത്തപ്പഴമൊക്കെ വിതരണം ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് പെരുന്നാളിൻ്റെ നിസ്കാരത്തിൻ്റെ കയറി വരുന്ന മുമ്പിട്ട് തന്നെ എന്ത് ചെയ്യുക? ലഡുവും ഈത്തപ്പഴമൊക്കെ കണ്ട് കൊടുക്കുക. അതാണ് അതിൽ ഏറ്റവും ഹെയർ. അപ്പം അയാൾ തിന്നുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിച്ച ആളായി. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈദുൽ അദ്ഹയാണ് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലിയ പെരുന്നാളാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നമ്മളൊന്നും തിന്നാതെയാണ് എന്ത് ചെയ്യേണ്ടത്? പള്ളിയിലേക്ക് വരേണ്ടത്. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നൊരു സുന്നത്തുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ അറുത്ത ആ മാംസത്തിൽ നിന്ന് എന്ത് ചെയ്യും? ആ ഉരുവിലിൻ്റെ മാംസത്തിൽ നിന്ന് റസൂലുള്ളാഹി അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എടുത്തിട്ട് പോകും. എന്നിട്ട് അത് പാകം വെച്ചിട്ട് അതാണ് ആദ്യം കഴിക്കുക. അതിന് മഗ്‌രിബാവാൻ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നോമ്പുകാരനെ പോലെ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും. എന്നിട്ട് റസൂലുള്ളാഹി അറുത്ത ഇത് ഏതാണോ അതിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു മാംസ കഷ്ണം കൊണ്ടുപോയിട്ട് അത് സുന്നത്താണ്. അതാണ്. അപ്പം അത് അങ്ങനെ ചെയ്യാൻ അറിവ് നടത്തിയില്ലെങ്കിലും ആ റസൂലുള്ളാഹി വന്നതുപോലെ വരാൻ വേണ്ടിയിട്ടെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. ഈദുൽ ഫിത്ർ പെരുന്നാൾ നിസ്കാരം വരെയും ഈദുൽ അദ്ഹയിൽ അയ്യാമത്തെ ശരീക്ക് വരെയും തക്ബീറുകൾ നമ്മൾ മുഴക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈദുൽ ഫിത്ർ ആണെന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയം വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? തക്ബീറില്ല. ഉറക്കെ ചെല്ലണം. ഉറക്കെ ചെല്ലാനുള്ളതല്ല. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഇങ്ങനെ ചൊല്ലിയിട്ട് വരണം. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് നിസ്കാരം തുടങ്ങുന്നവരെ ആ തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. നിസ്കാരം കഴിഞ്ഞതോടുകൂടി അതിൻ്റെ സമയം കഴിഞ്ഞു. എന്നാൽ മറ്റേതാണെങ്കിൽ അയ്യാമത്തെ ശരീക്കിൻ്റെ ദിവസങ്ങൾ
കഴിഞ്ഞു പോകുന്ന ദിവസം 3 ദിവസങ്ങളോളം എന്ത് ചെയ്യുന്നുണ്ട്, അത് ചെല്ലേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ തുടങ്ങുന്നുണ്ട്. അതിൽ തന്നെ വിവിധ അഭിപ്രായങ്ങളൊക്കെ ഉള്ള കാര്യമാണ്. അത് ആദ്യം മുതലേ തുടങ്ങുന്നത് പറയുന്നുണ്ട്, അതല്ലാണ്ട് പിന്നെ പെരുന്നാളിൻ്റെ ദിവസത്തിൻ്റെ തലേന്ന് മുതൽ തുടങ്ങുന്നത് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത് അവിടെയാണ് തക്ബീർ കൂടുതലുള്ളത്, ഇതിൽ തക്ബീർ കുറവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വരിക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഈദ് മുബാറക്ക് ഇങ്ങനെ പറഞ്ഞ് നടക്കല്ലേ ചെയ്യേണ്ടത്. അതിനുള്ളൊരു ശരി ഉണ്ട്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ നിർവഹിക്കപ്പെട്ടൊരു കർമ്മമാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ആരാ ആഗ്രഹിക്കാത്തത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സമാധാനം പ്രദാനം ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ വലൈക്കും അസ്സലാം എന്ന് നമ്മൾ തിരിച്ചു നിങ്ങളതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ. ഇതുപോലെ പറയപ്പെടേണ്ട ഒന്ന് തന്നെയാണ് എന്ത്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ആമീൻ വയ്യാക്കും എന്ന് പറയാം. ആമീൻ, അള്ളാഹ് സ്വീകരിക്കട്ടെ. നിങ്ങളതും വയ്യാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി, ഈ ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഇപ്പോൾ കാര്യമുള്ളത്? ഈദാശംസകൾ അതിനേക്കാണ്, അതൊക്കെ ഒരു മറ്റു മതസ്ഥനായിട്ടുള്ള ആളുകൾ ആരെങ്കിലും പറയുന്ന രൂപത്തിലുള്ളതാണ് നമ്മൾ ഈദ് ആശംസകൾ. അത് നേരിടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാവുമ്പോൾ ഒന്നും കൂടി ഉത്തമമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈദുൽ ഫിത്തറിൻ്റെ പെരുന്നാൾ നിസ്കാരം വരെയും ഈദുൽ അദ്ഹായിൽ അയ്യാമത്തെ ശരീഫയും തക്ബീറുകൾ മുഴക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. തക്ബീർ ഉച്ചത്തിൽ മുഴക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മൈതാനങ്ങളിൽ വെച്ചിട്ട് പെരുന്നാൾ നിസ്കരിക്കൽ അതൊരു സുന്നത്താണ്. മൈതാനങ്ങളിൽ ഇപ്പോൾ ഇവിടുന്ന് പള്ളിയിൽ നിൽക്കുന്നതിന് പുറത്ത് കണ്ടിറങ്ങിന്നാൽ മതി. പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ പെരുന്നാൾ നിസ്കരിക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചരിയാണത്, ഒരു സുന്നത്താണ്. ഇനി മഴയോ മറ്റു കാര്യങ്ങളോ ബാധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, പള്ളിയുടെ ഉള്ളിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇവിടെയും ഉണ്ട് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ഇത് നിസ്കാരം ഇവിടെ പള്ളിയുടെ പുറത്ത് ഭാഗത്ത് ഇൻഷാ അല്ലാഹ് അവർ സംഘടിപ്പിക്കാൻ ഇവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇൻഷാ അല്ലാഹ് മുസല്ലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളത്. അതുപോലെ മുസല്ലയിലേക്ക് പോകുമ്പോഴും തിരിക്കുമ്പോഴൊക്കെ 2 വഴികൾ സ്വീകരിക്കുക എന്നുള്ള റസൂലുള്ളാഹിൻ്റെ സുന്നത്തുകൾപ്പെട്ട, അഥവാ കുടുംബക്കൊന്നിങ്ങനെ കയറി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, പോവുക. അത് നമ്മൾ ചെയ്യേണ്ട സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ് എന്നുള്ള പറയുക. കുടുംബങ്ങളൊക്കെ ഒന്നിങ്ങനെ സന്ദർശിക്കുക എന്നുള്ളത്, കുടുംബ വീടുകൾ സന്ദർശിക്കുക എന്നുള്ളത്, അറ്റുപോയ ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഇണക്കി ചേർക്കുക. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നതായിരിക്കും, കാത്തിരിക്കുന്ന ആളുകളായിരിക്കും. പ്രായമൊക്കെ ആയിട്ടുണ്ടാവും, എന്തായിരിക്കും, അത് കയറി ചെല്ലുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. കണ്ടു കഴിഞ്ഞാൽ എത്ര സന്തോഷം ഉണ്ടാവും എന്നറിയോ നമ്മളാണ്ട് ചെല്ലുമ്പോൾ. ആ ഒരു സന്തോഷം മക്കളാണെന്നുണ്ടെങ്കിലും മരുക്കളാണെന്നുണ്ടെങ്കിൽ ഒക്കെ ബന്ധങ്ങളൊക്കെ ഇണക്കിങ്ങോട്ട് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി തെറ്റും കുറ്റം ഞാൻ പറയാം, തെറ്റി നിൽക്കുന്നല്ല, കുറേ കാലമൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ ചില വീട്ടിലൊക്കെ പോയിട്ട് കുടുംബത്തിലെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക, പരിഗണിക്കുക. അത് പരിഗണിക്കപ്പെടുന്ന ആളുകളായിട്ട് നമ്മളെല്ലാവരും മാറുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. റമദാനിൻ്റെ അവസാന നാളുകളിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പ്രവർത്തിച്ച എല്ലാ അമലുകളും ഒരു കേടുപാടും കൂടാത്ത രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഓരോ രാവുകളിലും നരകത്തിൽ നിന്നിങ്ങനെ അള്ളാഹു ചില ആളുകളെ ഇങ്ങനെ മോചിപ്പിക്കുന്ന ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر الإسلام والمسلمين في كل مكان. اللهم انصر الإسلام والمسلمين في كل مكان. اللهم انصر الإسلام والمسلمين في كل مكان. اللهم اجعل لنا في ليلة القدر. اللهم اجعل لنا في ليلة القدر. اللهم اجعل لنا في ليلة مباركة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.